ഇടി കേസിൽ സിപിഎമ്മിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. ബോധപൂർവമായ ഗൂഢാലോചനയാണ് പാർട്ടിയെ പ്രതിയാക്കിയതിന് പിന്നിൽ. ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ട്. ഇഡിയുടെ കണ്ടെത്തലുകൾ ഒന്നും അംഗീകരിക്കില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ഇത് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാൻ വേണ്ടി പാർട്ടിയെ പ്രതിയാക്കുക, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന 3 നേതാക്കന്മാരെയും പ്രതിയാക്കുക, ഇങ്ങനെ ഓരോരോ കഥ പറഞ്ഞ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും CPIM-നെയും പ്രതിക്കൂട്ടിൽ നിർത്താം എന്നാണ് ഇഡി ധരിക്കുന്നതെങ്കിൽ അതിനെല്ലാം കൃത്യമായ മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനെ ജനകീയമായ അതിശക്തമായ രീതിയിലുള്ള പിന്തുണയോടെ ഞങ്ങളിതിനെ നേരിടും. അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടും, നിയമപരമായിട്ട് നേരിടും. നിയമപരമായി നേരിട്ടപ്പോൾ നിങ്ങളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. 193-ൽ 2 എണ്ണമാണ് ശിക്ഷിക്കപ്പെട്ടത്. ബാക്കിയെല്ലാം കപട രീതിയിൽ രൂപപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള കേസുകളാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് കേരളത്തിലെ CPIM-നെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയോ ഏതെങ്കിലും രീതിയിൽ പോറലേൽപ്പിക്കാനാവുമെന്ന ഒരു തെറ്റിദ്ധാരണയും ഇഡിക്ക് വേണ്ട, കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ട. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന ഞങ്ങൾ കേരളത്തിലുടനീളം ജനങ്ങൾക്കിടയിൽ ശക്തിയായ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ട് നേരിടും.